അത് നോമ്പ് 3 രീതിയിലുണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തെ ഒരു നോമ്പ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന വർഗത്തിൻ്റെ നോമ്പ്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഭക്ഷണപാനീയങ്ങളൊക്കെ ഒഴിവാക്കും. ഭക്ഷണപാനീയങ്ങളൊക്കെ ഒഴിവാക്കി രാവിലെ സുബഹിൻ്റെ മുൻപ് അത്താഴം കഴിച്ച് സുബഹി ബാങ്ക് കൊടുത്താൽ ടൈം സ്റ്റാർട്ട് ചെയ്യും. ഒരു ഭക്ഷണവും കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല. അങ്ങനെ മഗ്‌രിബായാൽ മനോഹരമായിട്ട് വളരെ വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരു നോമ്പ്. ഇതിനിടയിൽ ഇതാണ് പ്രധാനം. ഇതാണ് അത്യാവശ്യമുള്ള ആരാധനകളൊക്കെ നിർവഹിക്കുന്ന ഒരു നോമ്പ്. ഇതാണ് മുസ്ലിങ്ങളുടെ നോമ്പ്. ഈ മുസ്ലിങ്ങളുടെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്താണ്? ഭക്ഷണം കഴിച്ചാൽ ഇതൊക്കെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളാണ്. ഇനി രണ്ടാമത്തൊരു കാറ്റഗറി ഉണ്ട്. രണ്ടാമത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്. സുബഹിൻ്റെ മുമ്പ് ഭക്ഷണം കഴിക്കലൊക്കെ അവസാനിപ്പിക്കണം. ഇതിനോടൊപ്പം ചില നിയന്ത്രണങ്ങളുണ്ടാവും. എന്താണ് ആ നിയന്ത്രണങ്ങൾ? ചീത്ത ചിന്തകൾ പാടില്ല, അനാവശ്യ നോട്ടങ്ങൾ പാടില്ല, അനാവശ്യ സംസാരങ്ങൾ, പിന്നെ കുറേ നിയന്ത്രണങ്ങൾ. അപ്പോൾ നോമ്പ് വെറും ഒരു പട്ടിണി കിടക്കൽ മാത്രമല്ല, ഒരു സ്വാഭാവിക സ്വഭാവത്തിലും അതേപോലെ ആത്മാവിലൊക്കെ ഉള്ളൊരു സംസ്കരണം രൂപപ്പെടുത്തുന്ന ഒരു പ്രക്രിയയിലേക്ക് മാറുന്നൊരു നോമ്പ്. അപ്പോൾ ഇവർ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ഇഷ്ടപ്പെടും, താവീഹൊക്കെ പരമാവധി അവർ ചെയ്യും. ഇങ്ങനെ നോമ്പ് വെറും ഒരു പട്ടിണിയിൽ നിന്ന് മാറി കുറച്ചും കൂടെ ഒരു ആത്മീയമായ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്നൊരു തലം. ഇതാണ് രണ്ടാമത്തെ ഒരു കാറ്റഗറി. ഇതാണ് മുഅ്മിൻ എന്ന വിശ്വാസിയുടെ നോമ്പ്. അപ്പോൾ ആദ്യത്തെ നോമ്പ് ഞാൻ പറഞ്ഞ നോമ്പാണ് മറ്റു മതസ്ഥരൊക്കെ എടുക്കുന്ന നോമ്പ്. അതായത് വെറും ഒരു പട്ടിണി കിടക്കൽ, ഐക്യദാർഢ്യം പ്രകടിപ്പിക്കൽ എന്നൊക്കെ പറയുന്നൊരു നോമ്പ് അതാണ്. രണ്ടാമത്തെ ഒരു നോമ്പ് ഒരു സ്പിരിച്വൽ ലെവലിലുള്ളൊരു നോമ്പാണ്. ആ സ്പിരിച്വൽ ലെവലിലുള്ള ആളുകൾക്ക്, അത്തരം വിശ്വാസമുള്ള ആളുകൾക്ക് വെറും പട്ടിണി കിടക്കലല്ല അത്, മറിച്ച് ദേഷ്യം പോലും നിയന്ത്രിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഘടകത്തിലുള്ള കാറ്റഗറിയിലെ ആളുകളുടെ ഒരു നോമ്പിനെ കുറിച്ചുള്ള ഒരു ചിന്ത തന്നെ അങ്ങനെയാണ്. എന്നാലും അവൻ്റെ ഉള്ളിൽ കുറേ വീഴ്ചകൾ ഉണ്ടാവും, പക്ഷെ അവൻ്റെ ഒരു ചിന്ത ഈ രീതിയിലൊരു നോമ്പാണ്. ഇതാണ് മുഅ്മിൻ്റെ നോമ്പ്. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറിയിൽ നോമ്പുണ്ട്. ഈ നോമ്പിൽ വെറും ഒരു ചിന്ത, ഇത് ഭക്ഷണം കഴിക്കലും കഴിക്കാത്തതൊന്നല്ല, അള്ളാഹു എന്നുള്ളൊരു ചിന്തയല്ലാത്തൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അവൻ്റെ നോമ്പ് അങ്ങോട്ട് മുറിയും. അതായത് സുബഹിൻ്റെ മുൻപ് ഭക്ഷണം കഴിക്കലൊക്കെ അവസാനിപ്പിച്ച് സുബഹി കഴിഞ്ഞ് പിന്നെ മഗ്‌രിബിൻ്റെ നേരത്തെ ഓപ്പണായിട്ട് ഭക്ഷണം കഴിക്കുള്ളൂ. ഇതൊക്കെ ഉണ്ട്, ആരാധനകളൊക്കെ ഉണ്ട്. അതിലപ്പുറം ഓൻ്റെ മനസ്സെവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ, അള്ളാഹു എന്നുള്ള ദൈവികമായ ചിന്തയിൽ മാത്രം. ഈ ഒരു നോമ്പിലേക്ക് ഉയരാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് മുഹ്സിനീങ്ങളുടെ നോമ്പാണ്. ഇതാണ് മൂന്നാമത്തെ കാറ്റഗറി. ഇത് ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ, ഇങ്ങനെ 3 കാറ്റഗറിയിലാണ്. ഇതേപോലെ തന്നെയാണ് ഇവരുടെ നോമ്പിലും എന്തുണ്ട്, ഈ വ്യത്യാസമുണ്ട്. ഈ മൂന്നാമത്തെ കാറ്റഗറിക്കാരൻ്റെ നോമ്പിനെ കുറിച്ച് പറഞ്ഞൊരു വാക്കാണ്, അവൻ്റെ വായ്നാറ്റത്തിന് കസ്തൂരിയുടെ സുഗന്ധമാണ് എന്നൊരു വാക്കുണ്ട്. ഇത് ഫസ്റ്റ് കാറ്റഗറിക്കാരൻ്റെ നോമ്പല്ല, രണ്ടാമത്തെ കാറ്റഗറിക്കാരൻ്റെയും നോമ്പല്ല. അവൻ്റെ വായ്ക്ക് കസ്തൂരിയുടെ സുഗന്ധമുണ്ട് എന്ന് പറഞ്ഞത് ഏത് നോമ്പാണ്? ആ മൂന്നാം കാറ്റഗറിക്കാരൻ്റെ നോമ്പാണ്. അപ്പോൾ ഈ നോമ്പാണ് അള്ളാഹുവിൻ്റെ സൂഫിയാക്കളുടെ നോമ്പ്, വളരെ ഉന്നതി പ്രാപിച്ച സ്പിരിച്വൽ ലെവലിലെ മാസ്റ്റേഴ്സിൻ്റെയൊക്കെ നോമ്പ് അതാണ്. ഇതിൽ നമ്മുടെ നോമ്പ് ഏതാണ്? ഒന്നാമത്തെ ഒരു കാറ്റഗറിയിൽ നിന്ന് മാറി രണ്ടാമത്തെ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. അവിടെയാണ് നമ്മുടെ വിജയം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതുമായി സംശയങ്ങൾ താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞോളാം.